മലപ്പുറത്തെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ഓരോ ദിവസവും ഒരേ ബെഞ്ചിലിരുന്ന് ട്രെയിനുകൾ പോകുന്നത് നോക്കാറുണ്ടായിരുന്നു സാനിയ. അവൾക്ക് യാത്രകൾ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾ ഒരിക്കലും യാത്ര ചെയ്യാറില്ല. അവൾ കാത്തിരിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ. ഒരു ദിവസം ആരെങ്കിലും എന്നെ കൊണ്ടുപോകും, അവൾ സ്വയം ചിന്തിക്കും. ഒരു ദിവസം ഒരു ട്രെയിൻ വൈകിയിരുന്നു. സ്റ്റേഷനിൽ ആളുകൾ കുറവായിരുന്നു. അപ്പോൾ ഒരു യുവാവ് അവളുടെ അടുത്ത് വന്നിരുന്നു. അവന്റെ പേര് ഇർഫാൻ. "ഈ ട്രെയിൻ എപ്പോഴാണ് വരുന്നത്?" അവൻ ചോദിച്ചു. സാനിയ ചിരിച്ചു. "ഇവിടെ ട്രെയിനുകൾക്കും കാത്തിരിക്കാൻ ഇഷ്ടമാണ്." അവൻ അവളെ നോക്കി. "അപ്പോൾ നമുക്കൊരുമിച്ച് കാത്തിരിക്കാമോ?" ആ ചെറിയ സംഭാഷണം അവരുടെ പരിചയമായി. അടുത്ത ദിവസങ്ങളിൽ ഇർഫാൻ വീണ്ടും വീണ്ടും അവിടെയെത്തി. അവൻ യാത്ര ചെയ്യാനല്ല, സാനിയയെ കാണാൻ. "നീ എന്തിനാണിവിടെ കാത്തിരിക്കുന്നത്?" അവൻ ചോദിച്ചു. "എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആരെയോ കാത്തിരിക്കുകയാണ്," അവൾ പറഞ്ഞു. ഇർഫാൻ മൃദുവായി ചിരിച്ചു. "ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് നമ്മളോടൊപ്പം തന്നെയിരിക്കും." കാലം കടന്നു. അവരുടെ സൗഹൃദം സ്നേഹമായി മാറി. സ്റ്റേഷൻ അവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായി. ഓരോ ട്രെയിനും ഓരോ സിഗ്നലും അവരുടെ ഓർമ്മകളായി. ഒരു ദിവസം ഇർഫാൻ പറഞ്ഞു, "എനിക്കൊരു ദൂര നഗരത്തിലേക്ക് പോകണം." സാനിയയുടെ ഹൃദയം നിശ്ചലമായി. "നീ തിരിച്ചു വരുമോ?" അവൻ പറഞ്ഞു. "നീ ഇവിടെ കാത്തിരുന്നാൽ ഞാൻ വരും." അവൻ ട്രെയിനിൽ കയറിപ്പോയി. ദിവസങ്ങൾ കടന്നു. സാനിയ ഇപ്പോഴും അതേ ബെഞ്ചിലിരിക്കും. ട്രെയിനുകൾ വരും പോകും, പക്ഷെ അവൾ കാത്തിരുന്നു. ഒരു ദിവസം ഒരു ട്രെയിൻ സ്റ്റേഷനിലെത്തി. വാതിൽ തുറന്നു. അവൾ ശാന്തമായി നോക്കി. അപ്പോഴാണ് ഒരു പരിചിത ശബ്ദം. "നീ ഇപ്പോഴും കാത്തിരിക്കുകയാണോ?" അവൾ തിരിഞ്ഞു നോക്കി. ഇർഫാൻ. കണ്ണു നിറഞ്ഞവൾ ചിരിച്ചു. "അതെ, കാരണം നീ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു." അവൻ അവളുടെ കൈ പിടിച്ചു. "ഇനി കാത്തിരിക്കേണ്ട വേണ്ട." ആലപ്പുഴയിലെ ഒരു പഴയ വീടിന്റെ പിന്നിലൊരു വലിയ തോട്ടമുണ്ടായിരുന്നു. പൂക്കൾ, ചെറുവൃക്ഷങ്ങൾ, പച്ചപ്പുകൾ എല്ലാം നിറഞ്ഞ ആ തോട്ടം ദിയയുടെ ലോകമായിരുന്നു. അവൾക്ക് പൂക്കളോട് സംസാരിക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. പൂക്കൾ നമ്മളെ കേൾക്കും, നമ്മൾ പറയാത്തതുപോലും അവൾ പലപ്പോഴും പറയും. ദിയയുടെ ജീവിതം ശാന്തമായിരുന്നു, പക്ഷെ ഒറ്റപ്പെട്ടതും. അവൾക്ക് ആളുകളോട് അടുക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അവളുടെ സന്തോഷം ആ തോട്ടത്തിനുള്ളിലായിരുന്നു. ഒരു ദിവസം അടുത്ത വീട്ടിലേക്കൊരു പുതിയ കുടുംബം താമസിക്കാൻ വന്നു. അവരോടൊപ്പം വന്ന യുവാവ് അഖിൽ. നഗരത്തിൽ നിന്നെത്തിയ, എപ്പോഴും തിരക്കുള്ള ജീവിതത്തിൽ നിന്നൊരു ചെറിയ വിശ്രമം തേടിയ ഒരാൾ. ആദ്യമായി ദിയയെ കണ്ടത് അവൾ തോട്ടത്തിൽ പൂക്കൾക്ക് വെള്ളമൊഴിക്കുമ്പോഴാണ്. "നീ ഇവരോട് സംസാരിക്കാറുണ്ടോ?" അഖിൽ ചോദിച്ചു. ദിയ ചിരിച്ചു. "അതെ, ഇവ എനിക്ക് മറുപടി പറയുന്നില്ലെങ്കിലും കേൾക്കും." അഖിൽ ആ മറുപടിയിൽ ആകർഷിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവൻ പതിവായി അവിടെ വരാൻ തുടങ്ങി. ദിയയോടൊപ്പം തോട്ടത്തിൽ സമയം ചെലവഴിച്ചു. പൂക്കളുടെ പേരുകൾ, അവയുടെ പ്രത്യേകതകൾ എല്ലാം അവൾ അവനോട് പറഞ്ഞു. "ഈ പൂക്കളെല്ലാം നിനക്കൊപ്പമുണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് ഒറ്റപ്പെട്ടത്?" അഖിൽ ചോദിച്ചു. ദിയ ഒരു നിമിഷം നിശബ്ദമായി. "മനുഷ്യർ എല്ലായ്പ്പോഴും പൂക്കളെപ്പോലെ ആയിരിക്കില്ല," അഖിൽ മൃദുവായി പറഞ്ഞു. "പക്ഷെ ചിലപ്പോൾ മനുഷ്യരും പൂക്കളെപ്പോലെ മനോഹരമാകാം." ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. കാലം കടന്നു. അവരുടെ സൗഹൃദം സ്നേഹമായി മാറി. തോട്ടം അവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായി. ഓരോ പൂവും ഓരോ സുഗന്ധവും അവരുടെ ഓർമ്മകളായി. ഒരു ദിവസം അഖിൽ പറഞ്ഞു, "എനിക്ക് തിരികെ നഗരത്തിലേക്ക് പോകണം." ദിയയുടെ ഹൃദയം വേദനിച്ചു. "നീ പോകുമോ?" "അതെ,